ചാടിക്ക് സാറേ, ഇങ്ങോട്ട് ചാടിക്ക് സാറേ. ഓ നശിപ്പിച്ച്. വേഗോട് സാറേ, കൊരങ്ങ് സാറേ. ഓ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട, ഇതേ പോലീസ് സ്റ്റേഷനാണ്, പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഹലോ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? ഹലോ, എന്താ പ്രശ്നം? സാറേ, ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സാർ. ആര്? ടോബി എന്ന അയാളെ പേര്. എവിടെയാ? ഒക്സോണിയ ഫ്ലാറ്റിലാണ് സാർ. നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളിപ്പോ വരാം. I want all the formalities done immediately. Yes, sir. Forensic and postmortem. Sure. Sir. മോള് വല്ലാണ്ട് ഭയങ്കരം. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഞാനത് കണ്ടുപിടിക്കും. കുറച്ച് സമയം തരണം. ഇന്ന് ഈ ഫ്ലാറ്റിലേക്ക് വന്ന എല്ലാവരും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബ്രിങ് ദ സെക്യൂരിറ്റി ഓൾസോ. ഓക്കേ സർ. പോലീസ് ഈ ജോലി കയറി അന്ന് മുതൽ ഞാൻ ചിന്തിക്കുകയാണ്, പരാതിക്കാരുടെ ശല്യമില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമെന്ന്. അത് ഈ ജന്മത്തിലുണ്ടാവില്ല അല്ലേ? ഒരു തരത്തിൽ നിങ്ങൾ നമുക്ക് സമാധാനം തരില്ല. ഞങ്ങൾക്കൊക്കെ സമാധാനം തരേണ്ടവരല്ലേ സാറേ നിങ്ങൾ? എടോ, ഞങ്ങളും മനുഷ്യന്മാരാ, ഞങ്ങളും കുറച്ച് സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാ. അത് ശരി, ഇപ്പൊ അങ്ങനെ ചെയ്യാം. കുറുന്തോട്ടിക്കും വാദം പിടിച്ച എന്ത്? ഏയ് ഒന്നുമില്ല. വരാൻ പറ. എന്താ? സാറിനെ ഒന്ന് കാണണം. ഏയ്, ഒരാള്. ഞങ്ങള് രണ്ടാളാ. നിങ്ങൾ രണ്ടാളാന്ന് എനിക്കറിയാം, ഒരാള് ചെല്ലട്ടെ. ഞങ്ങള് രണ്ടാളും കൂടി ചേർന്നിട്ടില്ലേ സാറേ വന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വരാൻ പറ്റില്ലേ? എന്റെ സാറേ, ഈ കാര്യം പറയാൻ ഞാനും കൂടി ഒന്നിച്ച് വേണം. നിന്റെ നാക്ക് അവന്റെ തൊള്ളക്കാത്ത. ഇതാ പറഞ്ഞ സാറേ, പോലീസിന് വിവരില്ല. പോലീസിന് വിവരില്ല? കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും കൂടി വേണം. ഞാൻ ഒന്നും വേണ്ട സർ. എന്താണ് പരാതി? പരാതിയല്ല സർ, ഞാൻ കീഴടങ്ങാൻ വന്ന ഞാൻ ഒരാളെ കൊന്നു സർ. ആരെ? ഒരു വൃത്തികെട്ട ജന്തുവിനെ. ആരാണ് അയാൾ? ടോബി എന്നാണ് സർ അവന്റെ പേര്. എപ്പോ? എങ്ങനെ? അച്ഛന് നീ സ്വപ്ന കണ്ടേ? പതിവ് പോലെ ഷാപ്പിലെ പാട്ടിയോടെ ആയിരിക്കും അല്ലേ? ഇന്ന് നല്ല രസമായിരുന്നടാ. എന്റെ കൂടെ കമ്പനിക്ക് നിന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആ കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ ചെക്കനില്ലേ, അവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനില്ലേ? നീ ഒട്ടും മോശമല്ല. അച്ഛൻ്റെ അല്ലേ മോൻ? അമ്മ വന്നാലേ അച്ഛനെ ഇക്ഷ വരപ്പിക്കും. ഓ പിന്നെ അതെ അച്ഛാ, ഞാൻ പോകാൻ തുടങ്ങണേ. എങ്ങോട്ട്? ഈ അച്ഛൻ അതും മറന്നോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പോവല്ലേ? അമ്മ വന്നിട്ട് പോയാ മതി മോനെ. അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞതാ അച്ഛാ. ഞാൻ പോട്ടെ. അല്ല, അവളെവിടെ പോയി മോന്തി നേരത്ത്? മോന്തി നേരോ? അച്ഛ ഇത് രാവിലെയാണ്. അമ്മ അമ്പലത്തിൽ പോയതല്ലേ? അയ്യോ, രാവിലെ ആയോ? ഞാൻ പോട്ടെ. ബൈ ബൈ. അതെ മോളെ, അവള് വരുന്നതിനെക്കാട്ടി മുമ്പേ ഞാൻ ജോലിക്ക് പോകുന്ന നല്ലത് അല്ലേ? കുഴപ്പ ഇവിടുന്നെങ്കിലും നേരെയായി കിട്ടുമായിരിക്കും. ഗൗരി വരൂ. ഓം കാളി മഹാകാളി ഭദ്രകാളി. ഓം ഹ്രീം ഹ്രീം സ്വാഹ. ഓം ഹ്രീം ഹ്രീം സ്വാഹ. ഇരിക്കൂ. എന്താ? അതെ,
ഇവളുടെ ഭർത്താവ് 24 മണിക്കൂർ കൂടിയ തേങ്ങാസ്വാമി അതൊന്ന് നിർത്തി കൊടുക്കണം. എല്ലാം നാം അറിയുന്നുണ്ട്. ഇതൊരു ദിവ്യ തേങ്ങയാണ്. മുറ്റത്തെ തുളസിത്തറയിൽ പ്രദക്ഷിണം വെച്ച് തേങ്ങ ഉടയ്ക്കുക. തേങ്ങ നേർപകുതിയായി ഉടയും. അതോടെ എല്ലാം അവസാനിക്കും. ഈശ്വരാ. അടുത്ത ആളെ വിളിക്ക്. ഒന്നോളൂ. ഗൗരി നിക്ക്. ഗൗരി അയാളുടെ ഒരു തേങ്ങ ഒന്ന് നിക്ക്. തേങ്ങ അങ്ങനെ ഉടഞ്ഞു എന്ന് വിചാരിച്ച് പേടിക്കണ്ട. അത് തേങ്ങയുടെ സ്വഭാവ. കുരുത്തല്ലാത്തവറ്റ തേങ്ങയുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. നിക്ക് ഗൗരി. ഗൗരി ഇവിടുത്തെ ഔസേ പുണ്യാളൻ വിളിച്ചാ വിളിപ്പുറത്ത. നന്നായി പ്രാർത്ഥിച്ച് നേർച്ചിട്ടോ. ഇനി കയ്യിലുള്ളത് 20 രൂപയാ. ഇതുകൊണ്ട് വല്ലോ നടക്കൂച്ച? നടക്കട്ടെ. നടക്കും നടക്കും, നീ നടക്കും. പുണ്യാളെങ്കിലും എന്റെ മാനം കാക്കണേ പുണ്യാള. നടന്നോ, നല്ലോണം പ്രാർത്ഥിച്ചോട്ടോ. പുണ്യാള ഈശോയെ നല്ലോണം പ്രാർത്ഥിച്ചില്ലേ? എന്നാ പോരു. അതെ, ഇത് ഇവിടം കൊണ്ടും തീർന്നില്ലെങ്കിലേ വേറൊരു മൊയിലിയാരുണ്ട്. അയാളൊരു പിഞ്ഞാണത്തിൽ എഴുതി തരും. അതങ്ങോട്ട് കലക്കി കുടിച്ചാണ്ടല്ലോ പിന്നെ മദ്യം കൈ കൊണ്ട് തൊടില്ല. എന്താ ഗൗരി, വരാൻ താമസിച്ചോ? സാരമില്ല, മോ ഹോസ്റ്റലിലേക്ക് പോയി, മോള് സ്കൂളിലേക്കും പോയി. ഞാൻ ആ രണ്ടുപേരെയും കൊണ്ടാക്കി. നീ മാത്രം ബുദ്ധിമുട്ടിയാ പോരല്ലോ, അവരെന്റെയും കൂടെ മക്കളല്ലേ. ഞങ്ങളെ മാധവന് വേണ്ടി തേങ്ങാസാമിയുടെ അടുത്ത് പോയിട്ട് വരിക. അതുകൊണ്ട് ഗുണം ഉണ്ടാവാതിരിക്കുവോ എന്റെ തേങ്ങാസാമി? എന്റെ അഗസ്ത്യം പുണ്യാള, സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ നേർവഴിക്ക് നയിക്കണേ. എന്നാ ഞാൻ ജോലിക്ക് പോയിട്ട് വരട്ടെ. എന്റെ ദൈവമേ, നേരെയായോ? അല്ല, ഇതിപ്പോ പുണ്യാളനാ കനിഞ്ഞ് അതോ തേങ്ങാസാമിയാ? ചേച്ചി നടക്കണുണ്ടോ? ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ള. ഇതിപ്പോ എന്നോട് എന്തൊരു ചൂടാവണത്? അത് കൊള്ളാം. ജാനുവിന്റെ പറമ്പിലെ തെങ്ങ് ഇന്ന് പറ്റിച്ചു. അവിടുന്ന് ഒന്നും കിട്ടിയില്ല. മൊത്തം കണക്ക് നമുക്ക് ശനിയാഴ്ച നോക്കാം. ആയിക്കോട്ടെ, എല്ലാം ഓക്കെ അല്ലേ? ആ പോകുന്നാണ് ചെത്തുകാരൻ മാധവൻ. ഭയങ്കര അധ്വാനിയാ. ഒരു ദുശീലമില്ലാത്ത മുത്ത്. പിന്നെ വായില് വിരലിട്ടാ പോലും കടിക്കില്ല. അല്ലെങ്കിൽ സ്വന്തം വിരല് വായിലിട്ട ആരും കടിക്കില്ല. അതല്ലടാ ശാവി. ദാ വരുന്നതാണ് കുടിയൻ മാധവൻ. ഭയങ്കര തല്ലിപ്പൊളിയാ. ദുശീലം കണ്ടുപിടിച്ചതാ ഇവനാ. ഡബിൾ റോളാ? റോളുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താ ഗടിയെ ചപ്പട്ട റോളി നോക്കുന്നത്? പൊടിയിടാത്ത രണ്ടെണ്ണം എടുത്തേ. എടാ മാക്രി, ഓ സിനിമയാണെങ്കിൽ ഒന്ന് പിടിപ്പിച്ചോ. കിണ്ണം കാച്ചിയ സാധനമാ. മാധവ, നീ ചെത്തികളും നീ തന്നെ അല്ലേ കുടിക്കണേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഡബിൾ റോൾ കളിക്കണേ? അതെന്റെ ജോലി, ഇതെന്റെ സന്തോഷം. ഒന്ന് പറഞ്ഞു കൊടുക്കടാ. മാധവേട്ടൻ ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥമുള്ള ആളാ. കള്ളുടിക്കണ കാര്യത്തിന്റെ അതേ ആത്മാർത്ഥ. അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി, അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി. കള്ളിന്റെ കിക്ക് ഷാപ്പ് ചെറുതാണേലും
കള്ളും കൂടെ രണ്ടും മുറ്റ. അല്ല ഏട്ടാ, നമ്മുടെ ഷാപ്പിലൊക്കെ എന്തിനാ പെണ്ണുങ്ങളെ വെച്ചിരിക്കുന്നത്? മനുഷ്യരുടെ സ്വസ്ഥത കിടത്താൻ. ഞാനെന്ത് സ്വസ്ഥത കെടുത്തിയേ? നീ കിടത്തല്ല, നീ ഉണർത്തല്ലേ ചെയ്യണത്. ഇവിടെ സപ്ലയർമാരിലും ഉണ്ട് ഒറിജിനലും പൊടിയിട്ടത്. മാധവാ, ഒന്നും മിണ്ടണ്ട. ഇവിടെ ബാറും ബീവറേജും ഇല്ലാണ്ട സ്ഥിതിക്ക് പൊടിയിട്ടതാണെങ്കിലും ഇതെങ്കിലും നിലയാക്കട്ടെ. അതെ അതെ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഓക്കെ ഗൗരി മോളും കാത്തിരിക്കും. ഓക്കെ ബൈ. ചേട്ടാ, ഇന്നെനിക്ക് നേരത്തെ പോകണം. പോകുന്നൊക്കെ കൊള്ളാം. നാളെ ഇങ്ങോട്ട് നേരത്തെ വരണം. ശരി, എന്നാ ഞാൻ ഡ്രസ്സ് മാറട്ടെ. പോടും. സ്വിമ്മിംഗ് പൂളിൽ ഒരിക്കലും താമര വിരിയാറില്ല. താമര വിരിയുന്നത് ചെറിയും ചെളിയും കുടങ്ങളിലും തടാകങ്ങളിലുമാണ്. ഓ, ഇവിടെ താമര വിരിയോ? വിരിയും. വെറും താമരയല്ല, അല്ല, നീലത്താമര. ഓ, എങ്ങനുണ്ട്? മുറ്റല്ലേ മുറ്റ്. ആ, തെങ്ങോ പനയോ? തെങ്ങ്, കൽപ്പവൃക്ഷം, ഒന്നും കളയാനില്ല. കരിക്കിനൊക്കെ ഇപ്പൊ എന്താ ഡിമാൻഡ്? ഇത് കരിക്കല്ല, തേങ്ങ, വിളഞ്ഞ തേങ്ങ. ഓ, മുങ്ങാങ്കുടി വിളഞ്ഞ തേങ്ങയല്ല, വിളവ് പഠിച്ച തേങ്ങയാണ്. പ്രായമില്ല.